നമ്മളങ്ങനെ ഷോർട്ട് കട്ട് കയറിയിരിക്കുകയാണ്. മാപ്പ് നോക്കി വന്നതുകൊണ്ട് ചെറിയ ഷോർട്ട് കട്ടുകളൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തിങ്കൽക്കാടിനോട് ചേർന്ന ആ ഒരു ഏരിയയിൽ എത്തും എന്നുള്ളൊരു ഷോർട്ട് കട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുഴപ്പം മലയുടെ ചരിവോട് ചേർന്ന് ഉള്ളൊരു ചെറിയ റോഡാണ്. അത്യാവശ്യം വീടുകളും കാര്യങ്ങളും താമസമൊക്കെ ഉള്ളൊരു ഏരിയയാണ്. മിക്കവർക്കും പറ്റുന്ന മറ്റൊരു അബദ്ധമാണ് മാപ്പ് ഇടുമ്പം കാറിൽ പോകുമ്പം നമ്മൾ കയറിയിട്ട് ബൈക്കിൻ്റെ മാപ്പ് എടുത്തിട്ട് ബൈക്ക്, കാറ്, ബസ് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ചിലവർ കാറിൽ പോകുമ്പോൾ ബൈക്കിൻ്റെ ഇടും. അതുകൊണ്ട് എത്തിക്കുന്നത് ചിലപ്പം വരമ്പത്തോ തോടിലോ ഒക്കെ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നടവഴിയിലൂടെ പോകുന്ന റൂട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ചില അബദ്ധങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് മാപ്പിലും പോകും. നമ്മളങ്ങനെ മൂന്നാറിൻ്റെ മടിത്തട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വളവും തിരുവട്ടുള്ള റോഡാണ്. റൈഡിങ് പോകുമ്പോൾ ബൈക്കിൽ തന്നെ നിരന്ന് ഇതേപോലെ ഒരു കരയിൽ പോകണം, റൈഡ് ചെയ്ത് പോകുന്ന പോലെ പോകുന്നതാണ് ഭയങ്കര ഭംഗിയാണ്. അത് ആസ്വദിച്ച് ഓടിച്ച് പോകുന്നവർക്കും ഇതുപോലെ വണ്ടി വണ്ണായിട്ട് എല്ലാവരും നിരന്നിരുന്ന് പോകുന്ന ഭയങ്കര ആസ്വദിച്ച് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളൊക്കെ സ്പീഡിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഓവർടേക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടിയിൽ ബാക്കിലിരിക്കുന്ന ആൾ കറക്റ്റായിട്ട് സിഗ്നൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. കട്ട് ചെയ്ത് കയറി പോകുന്നതിന് നമ്മൾ കൂടുതൽ ബാക്കിൽ വിടുന്ന വണ്ടിയിൽ കൂടുതൽ പ്രഷർ എടുക്കേണ്ടി വരത്തില്ല ഓവർടേക്ക് ചെയ്യുന്ന കാര്യത്തിൽ. ബാക്കിൽ പോകുന്ന വണ്ടി നമുക്ക് ഗ്യാപ്പുണ്ടെങ്കിൽ ഗ്യാപ്പുണ്ടെങ്കിൽ പോകും. അങ്ങനെ കാര്യങ്ങളുണ്ട് റൈഡിങ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എലിഫൻറ്റ് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാലുള്ള സൗകര്യമുണ്ട്. ഒരു 3-4 ആനയൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് അരമണിക്കൂറോളം അങ്ങോട്ട് കാട്ടിലൂടെയൊക്കെ പോയി കറങ്ങിയടിച്ച് വരാൻ സാധിക്കും. നമ്മളെന്തായാലും ഒന്ന് കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. നമ്മുടെ റൈഡിങ് ബാക്കിയാണ്. നമ്മൾ ദേവികുളം എത്തിയിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഡാം ഏറിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് കെട്ടുകടകളുണ്ട്, ടാർപ്പകൾ വലിച്ചു കെട്ടി കിടക്കും. പക്ഷേ ഈ പ്രകൃതിയുടെ ഈ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ടാർപ്പ വലിച്ചിട്ടുള്ള തട്ടുകടകളൊക്കെ. പക്ഷേ കുറച്ചുകൂടി നല്ല വൃത്തിയോടുകൂടിയ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു വരുന്ന കാഴ്ചയ്ക്കും ഒരു ഭംഗിയുണ്ടാകും. ഈ ടാർപ്പ വലിച്ചു കെട്ടി ഒരു കാഴ്ചയുടെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്ന രീതിയാണ്, ആ പ്രകൃതിയുടെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്ന രീതി. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാട്ടുപ്പെട്ടിയിൽ എന്താ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ബിരിയാണി ഷോപ്പുണ്ട്. ബിരിയാണി വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ബിരിയാണി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ്. അതിൽ ചേക്ക് ഓൾറെഡി കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഡാം വളരെ വൃത്തിയുള്ള ഡാമാണ് കേട്ടോ. നല്ല പച്ച വെള്ളം, പച്ച നിറമുള്ള വെള്ളം. നമ്മളങ്ങനെ ബിരിയാണി മേടിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പരിപാടി. ഇവിടെ ചെറിയൊരു കടയാണ്. കടയിൽ നിന്ന് ബിരിയാണി മേടിച്ച് ഇവിടെ സ്റ്റെപ്പയിൽ വന്നിരുത് ഇവിടെ എല്ലാവരും വന്നിരുന്ന് കഴിക്കുകയാണ്. ഇവിടെ നിർത്തും. ഇങ്ങോട്ടാ ബിരിയാണി. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ഇനി വട്ടവട പിടിക്കാനുള്ള യാത്രയിലാണ്.
നമുക്കിനി മൂന്നാറിൻ്റെയും വട്ടവടയും സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര പോയിട്ട് വരാം. റൈഡിങ് ഒക്കെ ഇതുവരെയുള്ള കിട്ടു റൈഡിങ്ങാണ്. ക്ലൈമറ്റ് ആണെങ്കിലും വലിയ ചൂടൊന്നുമില്ല, എന്നാൽ ഒരുപാട് വലിയ തണുപ്പില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ചില സമയങ്ങളിൽ ചൂട് വരാം, ചില സമയങ്ങളിൽ കോട വരാം. ആ ഒരു രീതിയൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ ഈ ഭാഗത്തൊക്കെ പോകുമ്പോൾ നോക്കണം, ചിലപ്പം പശുക്കളൊക്കെ റോഡ് സൈഡിൽ കിടപ്പുണ്ടായിരിക്കും, റോഡിൻ്റെ സെൻറ്ററിലും കിടപ്പുണ്ടായിരിക്കാം. അപ്പം ബൈക്കിൽ പോകുന്നൊരു സ്പീഡിൽ പോകുമ്പോൾ ടേൺ ചെയ്ത് ചെല്ലുമ്പോഴേക്കും പശുക്കളെ കാണും. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചുകൂടി കെയർ ചെയ്ത് വേണം ഈ ഭാഗങ്ങളിലൊക്കെ വണ്ടി ഓടിക്കാൻ. ബാക്കിലുള്ള ഇന്നോവ റോഡിൻ്റെ എഡ്ജിൽ നിന്ന് പോയിട്ട് ഹൗസിങ് ഉൾപ്പെടെ ഇടിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. ബാക്ക് സൈഡ് ഫുൾ വണ്ടി ബ്ലോക്കാണ്. ഈ വട്ടവടയിലോട്ട് വരുന്ന വണ്ടികളും ജലന്ധിയിലോട്ട് പോകുന്ന വണ്ടികളും എല്ലാം ബാക്കിൽ നിരനിരയായി കിടക്കുകയാണ്. ഞങ്ങൾ പിന്നെ എഡ്ജ് കട്ട് ചെയ്ത് കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ എഡ്ജ് ക്ലിയറിങ് വളരെ മോശമായിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ. കാരണം എഡ്ജ് റോഡിൽ നിന്നും എഡ്ജ് ഭയങ്കര താഴ്ചയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ എഡ്ജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടിയിടിച്ച് ഉരഞ്ഞ് ചിലത് ഇതുപോലെ ഹൗസിങ്ങൊക്കെ ജാമായി നിൽക്കും. ഒരുപാട് വണ്ടി ബാക്കിൽ ബ്ലോക്കായി കിടക്കുകയാണ്. നമ്മൾ റോഡിൽ അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വട്ടവടയോട്ട് ടോപ്പ് സ്റ്റേഷനിലോട്ട് അടുക്കാറായിരിക്കുകയാണ് നമ്മൾ. അപ്പോഴത്തേനും നല്ല രീതിയിൽ കോട ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സൈഡിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതുകൊണ്ട് തന്നെ മണ്ണ് ആ ചെളിയോട് ചേർന്ന് റോഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പം കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. നല്ല രീതിയിൽ കോട വന്നിരിക്കുകയാണ്. ഫ്രണ്ടിലുള്ള വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ കോട നിറഞ്ഞിരിക്കുകയാണ്. നല്ല മനോഹരമായ കോട നിറഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ടിലെ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കോട നമ്മളെ മൂടിയിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട്. കണ്ടില്ലേ? കുറച്ച് മുമ്പോഴേ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്ന് വളരെ പെട്ടെന്നാണ് നമ്മൾ കോടയിലോട്ട് കയറിയിരിക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിലോട്ട് എത്താൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇത്രയും കോടയുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വട്ടവടയിലോട്ട് എത്തുന്ന ആ ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോഴും കോട നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ വളരെ റോഡ് മോശം കേട്ടോ. വട്ടവടയിലോട്ട് അടുക്കും തോറും റോഡ് വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഒരുപാട് ഗട്ടറുകളുണ്ട്. കിട്ടും കേരള അങ്ങോട്ട് റോഡില്ല. അല്ലാതെ വഴിയുണ്ട്, പക്ഷേ റോഡ് നമുക്ക് കേരള ഗ്യാപ്പിലൊന്നും. ഇവിടെ ബ്ലോക്കായോ? ആ വണ്ടിയുണ്ട് കൂട്ടും. നല്ല കിണ്ണം കാറ്റിയ ഫോഗാണ് മക്കളെ. ഫോഗും ബ്ലോക്കും എല്ലാം കൂടി ഒന്നിച്ചുള്ളതുകൊണ്ട് ബ്ലോക്കായിരിക്കുകയാണ് മൊത്തത്തിൽ. നമ്മുടെ വണ്ടിയാണല്ലോ അത്. ആ പോകുന്നത് അതാ നമ്മുടെ പിള്ളേർ വേണ്ട ആ കുഴി കൂടെ പോകുന്നുണ്ട്. നമുക്കും പോയിട്ടില്ല. കുഴി ചാടിക്കരുത്. ചാടി പറഞ്ഞിട്ട് കാര്യമില്ല. ചാടി നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ടോപ്പ് സ്റ്റേഷനായിട്ടും വട്ടവടോട്ടുള്ള റൂട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ എത്തേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പിള്ളേരാണ് വണ്ടിപ്പോണ്ട് രണ്ട് പിള്ളേരാണ്. അവൻ്റെ വണ്ടിയിലൊക്കെ നല്ല പൊളപ്പൻ ഫോഗിലൂടെയാണ് പോകുന്നത്. ഫ്രണ്ടിൽ കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചകളുണ്ട്. കാഴ്ചകളില്ല എന്ന് ചോദിച്ചു കാണത്തില്ല. നീയാ പുറകിരിക്കുന്നത് കാണത്തില്ല. വണ്ടി നീ കൊണ്ടാ വണ്ടി മാറ്റില്ല. ഇവര് ജിഷ്ണു അല്ലാത്തപ്പോൾ പോകത്തില്ല കേട്ടോ. വണ്ടി ഇല്ലാത്തപ്പോൾ ഓർത്തേക്ക് പോകുന്നുണ്ടോ? ആ വണ്ടി ഉണ്ടോ ഫ്രണ്ടിൽ? കാണാത്ത പോലും ഇല്ല. റോഡിൻ്റെ സൈഡിലൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ കീഴിൽ ചെല്ലുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. ഇവിടൊക്കെ എത്തുമ്പോൾ റോഡ് മോശമാണ് കേട്ടോ.
എനിക്ക് ജിഷ്ണു നല്ലതായിട്ട് കണ്ടു കാണാൻ തോന്നുന്നു. അവൻ ഭയങ്കര നേരത്തെ വളരെ പൊക്കിട്ടിരുന്നവരാ. കണ്ണ് കാണാത്തല്ല വണ്ടി ഓടിക്കുന്നത്, കണ്ണ് കാണാത്തല്ല വണ്ടി ഓടിക്കുന്നത്. അയ്യോ കുഴി, കയ്യാല കുഴി. അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. ഇത്രയും ബ്ലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ വാ, ഇങ്ങോട്ടേക്ക് വാ. സോറി, കണ്ടിട്ടില്ലെങ്കിൽ വാ. ചേട്ടാ ലൈൻ കിട്ടു പോകാ. നമ്മളങ്ങനെ വട്ടവടയ്ക്ക് പോകാനുള്ള എക്സ്പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ആ വണ്ടിയുടെ പുറകില് മഞ്ഞ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വെൽക്കം ടു വട്ടവട. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 വണ്ടി വന്നിട്ടുള്ളൂ, 2 വണ്ടി വരുന്നുണ്ട്. നമ്മളങ്ങനെ ഇനി വട്ടവട ചെക്ക് പോസ്റ്റ് കടന്ന് നേരെ വട്ടവടയിലോട്ട് എത്തിച്ചേർന്ന് അവിടെ നേരെ ചിലന്തിയാറ്. അപ്പോൾ ചിലന്തിയാറിലോട്ടുള്ള യാത്രയും വട്ടവടയും അടുത്ത വീഡിയോയിൽ കാണാം.